Hi, hello, welcome back to my channel. It's me Kanmani. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. ഇനി നേരെ വീഡിയോയിലേക്ക് പോയാലോ. അൺബോക്സിംഗ് വീഡിയോ ആണ്. ഒരു സാധനമൊന്നും അല്ല, ഒരു 2-3-4 സാധനം അൺബോക്സ് ചെയ്യുന്നുണ്ട്. ഇത് മീഷോയിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും എല്ലാം കൂടെ വാങ്ങിച്ച പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങ് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ ഇതെല്ലാം കൂടെ അൺബോക്സ് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന്. ഫസ്റ്റ് നമുക്കിതാ ഈ ഒരു കുഞ്ഞു ഡപ്പ കണ്ടില്ലേ, ഇത് തന്നെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് പുറത്ത് എഴുതിയിട്ടുണ്ട് സംഭവം എന്താണെന്ന്, അതെനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങളെ കൂടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് കുറേ നാളുകൊണ്ടേ വാങ്ങണമെന്ന് വിചാരിച്ച സാധനമാണ് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു, അവൾ വാങ്ങിച്ചായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒരു കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ട് അവൾ എനിക്കത് തന്നായിരുന്നു. അതിൻ്റെ ആ ഒരു നമ്മളിവിടെ ഘടിപ്പിക്കുന്ന സാധനത്തിൽ ഒരു മിസ്റ്റേക്ക് വന്ന്, അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഓർഡർ ചെയ്യാം. കമ്മലാണ് ഗൈസ്. കുറേ നാളുകൊണ്ട് ഈ ഒരു സംഭവം കിട്ടുന്നില്ലായിരുന്നു. കുറേ കമ്മലുണ്ട് കേട്ടോ. ഇത് മീഷോ ആണ് കേട്ടോ. നമുക്കേ ഓരോന്നായിട്ട് ഇട്ട് നോക്കിയാലോ. അയ്യോ ആണിപ്പോയി. ഫസ്റ്റ് നമുക്കിതാ ഈ ഒരു കമ്മലിട്ട് നോക്കാം. ഇത് മോഡേൺ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ഈ റിങ് കമ്മലോടൊക്കെയാണ് താല്പര്യം. കൊള്ളാം. ഇതും കൂടെ ഇട്ട് നോക്കാമേ. കൊള്ളാല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത കമ്മല് ഇട്ട് നോക്കാം. അടുത്തത് ഈ ഒരു വൈറ്റ് പേൾ വെച്ച കമ്മലാണ് കേട്ടോ. ഈ ഒരു വൈറ്റ് പേൾ വെച്ച കമ്മല, ഇത് നല്ല ഭംഗിയുണ്ട്, കാണാൻ ഭംഗിയുണ്ട്. എനിക്ക് ചേരുമോന്ന് എനിക്കറിയത്തില്ല. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. കൊള്ളാം ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ. ഇനി നമുക്ക് അടുത്ത കമ്മലിട്ട് നോക്കാം. എനിക്കറിയാം കമ്മലിട്ടിട്ട് എൻ്റെ കാതൊരു പതിവാൻ ചാൻസ് ഉണ്ട്. അടുത്തത് നമ്മൾ നേരത്തെ ഇട്ട പോലത്തെ തന്നെ ഒരു റിങ് ആണ് കേട്ടോ. റിങ്ങിൻ്റെ കമ്മലാണ്. നേരത്തേത് കുറച്ച് കട്ടിയുള്ള റിങ്ങായിരുന്നു. ഇത് ഒട്ടും കട്ടിയില്ല, ചെറിയ റിങ്. ഇതാണ്ടോ, റിങ് പോലെ വരുന്നതാ, ഫുള്ളി കവേർഡ് റിങ് അല്ല. ഫുള്ളി കവേർഡ് റിങ് ആകുമ്പോഴത്തേക്കിനും ആണിയുടെ ആവശ്യമില്ലല്ലോ. ഇത് പക്ഷേ ആണി വെച്ചിടുന്ന ഹാഫ് റിങ്ങാണ് ഗൈസ്. കൊള്ളാം. പിന്നെ നമ്മൾ അതായത് ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും നമ്മൾ ഓരോ സ്റ്റൈലിലായിരിക്കുമല്ലോ ഒരുങ്ങുന്നത്. അപ്പോൾ ഇത് പെയർ ചെയ്യാൻ നല്ല രസമായിരിക്കും. പിന്നെ കുറേ സ്റ്റഡ് ഉണ്ട്. ഈ ഇത്രയും സ്റ്റഡ് ഞാൻ ഇടുന്നില്ല കേട്ടോ. സ്റ്റഡിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഈ ഒരു സ്റ്റഡ് ഞാൻ ഇടുന്നില്ല. പിന്നെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു റിംഗ് ഉണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനത്തെ ഒന്നും ഞാൻ ഇട്ടിട്ടേ ഇല്ല സത്യം പറയാലോ. ഹെവി റിംഗ് ഒന്നും, പക്ഷേ കൊള്ളാമല്ലേ, ഇഷ്ടപ്പെട്ടു. 2 കാതലും ഇടുന്നില്ല കേട്ടോ. 2 കാതലും ഇട്ട് വെറുതെ വലിച്ചു നീട്ടുന്നില്ല. ഇനി അടുത്തത് വേറൊരു മുത്ത് താഴെ തൂങ്ങി കിടക്കുന്ന ഒരു റിങ്. മുത്ത് താഴെ തൂങ്ങി കിടക്കുന്ന ഒരു റിങ്. ഇത് കൊള്ളാം അല്ലേ, എല്ലാം കൊള്ളാം. എല്ലാം ഒന്നിനൊന്നിന് അടിപൊളിയായിട്ടുണ്ട്. അയ്യോ 2 കാതലും ഇടുന്നില്ല. ഇനി അടുത്ത സാധനമാണ് എൻ്റെ ഫേവറേറ്റ്. ഈ ഒരു കമ്മലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കമ്മൽ സെറ്റേ വാങ്ങിച്ചത്. ഈ കമ്മൽ എൻ്റെ ഫേവറേറ്റ് ആട്ടോ.
ഇതേലെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, പക്ഷെ അതിൻ്റെ കൊളുത്ത് എന്തോ പൊട്ടയ. ഈ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ കമ്മലുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു കമ്മൽ സെറ്റേ വാങ്ങിച്ചത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഫസ്റ്റ് ബോക്സിൽ. ഇനി നമുക്ക് അടുത്ത ഇതെന്താണെന്ന് നോക്കാം. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീഷോയിൽ നിന്ന്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ചെരുപ്പ് വാങ്ങിച്ച് നോക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു, കാരണം ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഞാൻ ചെരുപ്പ് വാങ്ങിച്ചപ്പോഴത്തേക്കിനും എനിക്ക് സൈസ് സ്യൂട്ടായില്ല. അപ്പം ഞാനൊരു പ്രതീക്ഷയില്ലാതാണ് മീഷോയിൽ നിന്ന് ചെരുപ്പ് വാങ്ങിച്ചത്. പക്ഷെ പക്കാ ഫിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കറക്റ്റ് ഫിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്വാളിറ്റി വൈസ് ഒക്കെ അടിപൊളി ചെരുപ്പാണ്. ആ ഒരു പ്രതീക്ഷയിൽ വീണ്ടും ഞാനൊരു ചെരുപ്പ് ഓർഡർ ചെയ്തു. അതാണ് ഇത്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു ബ്ലാക്ക്, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സ്റ്റോൺ വരുന്ന കണ്ടോ, ബ്ലാക്ക് ചെരുപ്പിൻ്റെ അകത്തൊരു വൈറ്റ് സിൽവർ ഷെയ്ഡുള്ള സ്റ്റോൺ വരുന്ന ചെരുപ്പാണ് കേട്ടോ. ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. നേരെ കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ഒരു ഫോട്ടോ നോക്കി ഓർഡർ ചെയ്ത ആ ഒരു സെയിം സാധനം തന്നെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഇടുമ്പോഴേ അതിലുള്ള സൈസ് കറക്റ്റ് ആണോ എന്നൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. ഇട്ട് കഴിഞ്ഞപ്പോഴാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ചെരുപ്പ് ഞാൻ ഓർഡർ ചെയ്ത് ഒരു കുഴപ്പവും വന്നില്ലായിരുന്നു. ആ ഒരു ആവേശത്തിലാണ് ഞാൻ രണ്ടാമതും ഈ ഒരു ചെരുപ്പ് വാങ്ങിച്ചത്. പക്ഷേ ഈ ചെരുപ്പ് എന്നെ ചതിച്ചില്ല. കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ. ഞാൻ എടുത്ത സൈസ് 4 പക്ഷേ എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുവാണെന്നുണ്ടെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുവാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിരിക്കും. പിന്നെ ഇതാ ഈ ഒരു സാധനം കണ്ടോ. ഇത് പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേനും എനിക്ക് മനസ്സിലായി, ഞാൻ ഓർഡർ ചെയ്ത സാധനം എനിക്ക് എന്താണെന്ന് മനസ്സിലായി. ഇതൊരു ടോപ്പാണ് കേട്ടോ. ഇത് ആക്ച്വലി കുറേ നാളുകൊണ്ടേ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടക്കാതിരുന്ന ഒരു സംഭവമാണ് ഈ ടോപ്പ്. പക്ഷെ ഇതിനാണെങ്കിൽ നല്ല റേറ്റ് കുറവുമാണ്. എന്നിട്ട് എന്തുകൊണ്ടോ എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. ഈ ഒരു സ്ലീവ്ലെസ് ടോപ്പ് ഗൈസ് കണ്ടോ. ഈ ഒരു സ്ലീവ്ലെസ് ടോപ്പ് കുറേ നാളുകൊണ്ട് ഞാൻ വാങ്ങാനിരിക്കുക. പിന്നെ എന്തായാലും ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യും. മീഷോ ഫൈൻഡ്, ഫ്ലിപ്കാർട്ട് ഫൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ ചെയ്യുമല്ലോ. അപ്പൊ അതിൽ ഞാൻ ഇട്ട് കാണിക്കാം. ഇപ്പൊ ഞാൻ ഇട്ട് കാണിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ഇപ്പൊ ഇട്ട് കാണിക്കാൻ വയ്യ, അതുകൊണ്ട് ഇപ്പൊ ഇട്ട് കാണിക്കുന്നില്ല. പിന്നെ ഞാൻ അല്ലാതെ മീഷോ ഫ്ലിപ്കാർട്ട് ഫൈൻഡ് ആയിട്ട് ഞാൻ ചെയ്യുമല്ലോ. ചെയ്യുമ്പം ഉറപ്പായിട്ടും ഇട്ട് കാണിക്കാം. ടോപ്പ് ഇതാണ് കേട്ടോ. ഈ ഒരു സ്ലീവ്ലെസ് ടോപ്പാണ് ഞാൻ എടുത്തത്. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്തുവാണെന്ന് പറഞ്ഞാൽ ഇതൊരു ഹെയർ കെയർ കോംബോ ആണ് കേട്ടോ. സ്ട്രെക്സിന്റെ 3 പ്രൊഡക്റ്റ് ഉള്ളതാണ്. ഷാംപൂ, കണ്ടീഷണർ, ഹെയർ സെറം, ഇത്രയും കൂടെ ഒരുമിച്ചുള്ള 3 എണ്ണം ഒരുമിച്ചുള്ളതാണ്. ഞാനിത് വാങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയർ ട്രീറ്റഡ് ഹെയർ ആണല്ലോ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ബോട്ടോക്സ് ചെയ്തതാണ്. അപ്പം എന്നോട് അവിടുത്തെ പാർലറിലെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാമ്പു യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു വേണം യൂസ് ചെയ്യാനെന്ന്. അപ്പം എല്ലാ ഷാമ്പുവിലും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തേക്കും. ഇപ്പം സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂവിൻ്റെ അകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തേക്കും നോ സൾഫേറ്റ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തേക്കും. അങ്ങനെ ഞാൻ ഇതുപോലെ ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ കുറേ തപ്പിയിട്ട് എനിക്ക് കിട്ടിയതാണ്. ഒട്ടുമിക്ക ഷാമ്പൂവിലൊന്നും അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു പേടി എല്ലാ ഷാമ്പൂ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇത് നോക്കിയപ്പോഴത്തേക്കിനും ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു സൾഫേറ്റ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പം തന്നെ ഓർഡർ ചെയ്തു കേട്ടോ. സംഭവം എത്തി. ഇതാണ് നമ്മുടെ ഷാമ്പൂവിന്റെ ബോട്ടില്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റികൾ. നല്ല മണം. എനിക്ക് ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് തന്ന ഒരു ഷാമ്പൂവും അതുപോലെ തന്നെ ഹെയർ മാസ്കും ഉണ്ടായിരുന്നു. അതിന്റെ മണം എനിക്ക് ഇഷ്ടമേ അല്ല. പക്ഷെ ഇത് മണത്തോണ്ടിരിക്കാൻ നല്ല മണമുണ്ട് കേട്ടോ. പിന്നെതാ കണ്ടീഷണർ നല്ല മണമുണ്ട്. എൻ്റെ ഹെയർ ആണെങ്കിൽ ഞാൻ ഹെയറിൽ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ഇതുവരെ ഞാൻ ഹെയറിൽ ഓയിൽ തേച്ചിട്ടില്ല. ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പേ എൻ്റെ ഹെയർ ഭയങ്കര ഓയിലി ഹെയർ ആയിരുന്നു കേട്ടോ. ഇത്രയും നാളായിട്ട് ഞാൻ ഓയിൽ തേക്കാഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷാമ്പൂവും കൂടി ഇട്ടിട്ടും എൻ്റെ ഹെയർ ഭയങ്കര ഓയിലി ആയിട്ടാണ് കിടക്കുന്നത്. ഇതാ ഇപ്പം നിങ്ങൾ നോക്ക്, കണ്ടോ,
ഭയങ്കര ഓയിലി ആയിട്ടാണ് കിടക്കുന്നത്. അതെന്താന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഹെയർ ഭയങ്കര ഓയിലി ഹെയറാ. പിന്നെ ഇതാണ് സെറം. ഈ സ്ട്രെക്സിന്റെ സെറം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ മറ്റേ ബ്ലൂ ബോട്ടിലില്ലേ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഇതുവരെ ഞാൻ ഇതിന്റെ കോംബോ സെറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതിന്റെ കൂടെ ഉള്ളത് മണം ഇങ്ങനെ അറിയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ മേ ബി കയ്യിൽ തേച്ചിട്ട് തലയിൽ തേക്കുമ്പോഴേ മണം അറിയത്തുള്ളായിരിക്കും. അപ്പൊ ഇത്രയും പ്രൊഡക്റ്റ് ആണ് എനിക്ക് ഒരുമിച്ച് വന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നോടം വരെ എല്ലാവർക്കും ബൈ ബൈ.